സജു നവോദയ എന്ന് പറയുമ്പോൾ ആക്ടറായ സജു നവോദയ എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരു ക്രിക്കറ്ററായ സജു നവോദയ എന്ന് പറയുമ്പോൾ ഭീകര ക്രിക്കറ്റ് അല്ല. അത് നമ്മൾ എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അന്നത്തെ സമയത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ കൂടുതലും നമ്മൾ വഴക്ക് തല്ല് കൊള്ളുക ഇതൊക്കെയാണ് കളി. ഒരു നമ്മൾ നിർത്തില്ല, സന്ധ്യയിലും നിർത്തില്ല. അപ്പൊ തല്ലിയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോണത്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ കളിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇപ്പം നമ്മൾ തിരിച്ചു പിടിക്കുന്ന പോലെയാണ് ഇപ്പം കളി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളിക്കാം, എന്തുവേണേലും ചെയ്യാം എന്നുള്ള രീതിയിൽ പോണത്. പിന്നെ അതുമാത്രമല്ല, അന്നൊക്കെ നമ്മളെ ഈ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കുക, കളിയൊന്നും വേണ്ട അങ്ങനെയുള്ള രീതിയിലായിരുന്നു. വീട്ടുകാർക്ക് അറിയില്ല, ഇത് രണ്ടും ഇല്ലെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പം ഇപ്പം നമ്മൾ തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിൽ കളിക്കാതിരിക്കുമ്പോൾ കാണാം, വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇത്രയുള്ള കുട്ടികളെ ബാറ്റും പാഡൊക്കെ ആയിട്ട് അമ്മമാരെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവിടെ അമ്മമാർ കൊണ്ടുവന്നാക്കിയിട്ട് അവർ കളിച്ച് തീർന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അച്ഛനും അമ്മയൊക്കെ പാരൻസ് എല്ലാവരും. അത്രയും സപ്പോർട്ട്. പിന്നെ ഇപ്പം അങ്ങനെയുണ്ട്. അന്നത്തെ കാലത്ത് ഒരു രീതി എങ്ങനെയായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ? ഈ തല്ലുകൊള്ളൽ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. കളി അവിടെ തോക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് തല്ലും കൊള്ളണം, ആ ഒരവസ്ഥയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട്. കളിക്കാനാണെങ്കിൽ കളിക്കാൻ പോകും, അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് വൈഫുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ആ ടൈമിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സച്ചിനെയൊക്കെ നമ്മൾ കേൾക്കുക. അല്ലെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സച്ചിൻ ആ ടൈമിന് അങ്ങനെ ചില വീടുകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടുള്ളൂ. ടി വി ഒക്കെ അന്നേരം കുറവല്ലേ. പക്ഷെ ടോട്ടലി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് കപിൽ, അതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ള ആൾക്കാർ. അപ്പം അന്ന് കളിക്കുമ്പോഴത്തേക്കൊക്കെ കപിൽ ദേവനെ പോലെ ബാറ്റ് ചെയ്യുക, കപിൽ ദേവനെ പോലെ ആക്ഷനിൽ ബോൾ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. അതൊന്നും നടക്കണ കാര്യമല്ല. എന്നാലും ആ ഒരു ഇതായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ബ്ലൂ സ്റ്റാർ. അതെ അതെ. അതിൽ ബുള്ളറ്റ് രാജയായിട്ട് വരുന്നത് ബുള്ളറ്റ് ബാബു. അതിൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് മാറിപ്പോയ ക്യാരക്ടർ. അത് യോഗി ബാബു ചെയ്യേണ്ട ക്യാരക്ടറാണ്. പുള്ളി നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ അവർ ഈ ക്യാരക്ടർ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് യോഗി ബാബുവിന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവരിങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്യാം എന്ന് പറഞ്ഞ, എൻ്റെ സതീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, സതീഷിൻ്റെ ഫ്രണ്ടാണ് ശ്യാം. അങ്ങനെ അവർ വഴിയാണ് എന്നിലേക്ക് വന്നത്. ഏകദേശം അന്നേരത്തെ എൻ്റെ ഹെയറും ഒരു വണ്ണമൊക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയം പുള്ളി ഞാനായിട്ട് മാച്ചായിരുന്നു. അപ്പോൾ അവർ ആദ്യം ചോദിച്ച ക്രിക്കറ്റ് കളിക്കാൻ അറിയാമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭീകര പ്ലെയറായിട്ടാണ് എന്നെ കൊണ്ടുപോകണമെന്ന് അറിയണത്. പിന്നെ ഒരു കോച്ചിനെ വെച്ച് കോച്ച് പറഞ്ഞു തന്നെ ഓരോ ഷോട്ടുകൾ അങ്ങനെ കളിച്ചൊക്കെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സിനിമയിൽ തന്നെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള എലിമെന്റ് ആയിരുന്നു അതാണ് വരിക എന്നുള്ളത്. അത് മാത്രമല്ല, പിന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാതെ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിക്കാൻ അങ്ങനത്തെ ആറ്റില്ല. അതാ പൊളിറ്റിക്സ്, നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള പൊളിറ്റിക്സ് ആയിരുന്നു പുള്ളി പറയണത്. അപ്പോൾ ഈ ക്യാരക്ടർ അവിടെ ഞാൻ ആദ്യമായിട്ട് തമിഴിൽ അഭിനയിക്കുന്നതാണ്. ഫസ്റ്റ് മൂവിയാണ്. ആ ഫസ്റ്റ് മൂവിക്ക് ഞാൻ പ്രൊമോഷൻ പോയി തമിഴ്നാട്ടിൽ. അവർ ഭയങ്കര സ്വീകരണമായിരുന്നു. കാരണം ആ ക്യാരക്ടർ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പാഷാണം ഷാജി ആണെങ്കിൽ അവിടെ ബുള്ളറ്റ് ബാബു ആയിരുന്നു ഞാൻ. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞ് ഇനി നാട്ടിൽ നിങ്ങൾ ബുള്ളറ്റ് ബാബു ആയിരിക്കും കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര, കാരണം ആദ്യം യോഗി ബാബു പറഞ്ഞ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ചേട്ടാ സോറി ഞങ്ങളിങ്ങനെ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പുള്ളി വരില്ല എന്ന് പറഞ്ഞു. വീണ്ടും വിളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ പുള്ളി വരാമെന്ന് പറഞ്ഞ്. പുള്ളിക്ക് ക്രിക്കറ്റിൻ്റെ പ്ലെയറിൻ്റെ വേഷം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിടാനും പറ്റാനുള്ള. ലാസ്റ്റ് പുള്ളി ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 3ാമതും വിളിച്ച് പറഞ്ഞത് ഇത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ കയറി അവിടെ പോയി ചെയ്തു. ഭയങ്കര അനുഭവമായിരുന്നു. അവർ ആ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നല്ലോ ഷൂട്ട് മൊത്തം. വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആക്ഷൻസ്, ഒരു ബൗണ്ടറി അടിച്ചതിന് ശേഷം ഒരു വെടിവെക്കുന്ന ആക്ഷൻ, അതാണ് ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞത്. പിന്നെ ആ എൻട്രി ഒക്കെ ഭയങ്കരമായിട്ട് അവർ, ഇതുവരെ ഞാൻ ചെയ്തിട്ട് ഒരു പടത്തിൽ എനിക്ക് അതൊരു എൻട്രി കിട്ടിയിട്ടില്ല. ഇത് ഒരു എൻട്രി പഞ്ചൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ വേറൊരു കാര്യം തന്നെ, അവിടെ നമ്മൾ ഷൂട്ട് നടന്നിരിക്കുമ്പോഴത്തേക്ക് അതിൽ നായകന്മാരെല്ലാവരും ഇല്ലേ, അവരെല്ലാവരും ഒരു ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അവർ ആ വെയിലത്ത് അവിടെ തന്നെ ഇരുന്ന് അടുത്ത സീൻ ഡെവലപ്പ് ചെയ്യുക. ക്യാരവാനൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ അവർ ക്യാരവാനിൽ കൊണ്ടിരുത്തി. പക്ഷെ ഇവരാരും അങ്ങനെ വന്ന് ഇരുന്നിട്ട് കഥ പറഞ്ഞിരിക്കുകയൊന്നുമില്ല. അവരടുത്ത സീൻ സെറ്റാക്കിയിട്ട് അടുത്ത പൊലിപ്പിക്കുക സീൻ. അത്ര ഡെഡിക്കേഷനാണ് അവർ. പിള്ളേർ അങ്ങനെയല്ല.